ഹലോ മക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ അല്ലേ നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സെക്കൻഡ് പോർഷനിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, നമ്മൾ ഈ തെർമൽ പ്രോപ്പർട്ടീസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോർഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ തന്നെ എന്താണ്, വാട്ടറിൻ്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ബാക്കിയുള്ള ലിക്വിഡ്സ് വെച്ച് നോക്കുമ്പോൾ വാട്ടറിന് വളരെ സ്പെസിഫിക് ആയിട്ട് കാണുന്ന അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ അനോമലസ് എന്ന് വെച്ചാൽ എന്താ, അത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ. യൂഷ്വലി ഹാപ്പൻ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്തോ ഒരു ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അനോമലസ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുക എന്താണ്, നമ്മളൊരു സാധനം ടെമ്പറേച്ചർ അല്ലേ കൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ചു കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഎഫിഷ്യൻസ് പഠിച്ചു അല്ലേ. തെർമൽ എക്സ്പാൻഷനിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് അല്ലേ, ഒരു സബ്സ്റ്റൻസിന് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ആ ബോഡിക്ക് എന്തൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് വരാൻ നമ്മൾ പഠിച്ചു അല്ലേ. ഒന്നെങ്കിൽ ലെങ്ത് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏരിയ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തായിരുന്നു വോളിയം ചേഞ്ച് ചെയ്യാം, അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ അപ്പം നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് ആ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ബോഡി വോളിയം കൂടുന്നു അല്ലെ, എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നമ്മുടെ ഒരു നോർമൽ ഇതിൽ നമ്മൾ വിചാരിക്കുക. പക്ഷേ നമ്മുടെ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം അല്ലേ. അപ്പം യൂഷ്വലി വാട്ടറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വാട്ടറിന് ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് ഇത്, അതുകൊണ്ടാണ് ഇതിനെ ഒരു അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്താണെന്ന് വെച്ചാൽ, വാട്ടർ കോൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ് ബിറ്റ്വീൻ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ നിങ്ങൾ വാട്ടറിനെ ഹീറ്റ് ചെയ്യണം, എന്ത് സംഭവിക്കും, അതിങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പം കുറഞ്ഞ് 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ ആയിരിക്കും ഏറ്റവും മിനിമം വോളിയം. ഓക്കെ, അതിന് ശേഷം എന്ത് സംഭവിക്കും, അതിനുശേഷം പിന്നെ കൂടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെ അതൊന്ന് ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ട് ചെയ്യുമോ, അല്ല, പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ നിങ്ങൾ വാട്ടറിനെ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ അത് കോൺട്രാക്ട് ചെയ്യുന്ന കാണാം, അതിൻ്റെ വോളിയം കുറഞ്ഞു വരുന്ന കാണാം. എന്നിട്ട് 4 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അത് പിന്നെ കൂടാൻ തുടങ്ങും, അത് വാട്ടർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ വാട്ടർ ആ ഒരു ഇതിൽ നമ്മൾ പറയുമ്പോൾ വാട്ടർ ഹാസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി അറ്റ് വിച്ച് ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാ ഒരു ഫിഗറിൽ കാണിക്കാൻ പറ്റുക. ഓക്കെ, ഫിഗറിൽ കാണിക്കുമ്പോൾ നമ്മൾ 2 ആക്സിസ് വരച്ചു. ഓക്കെ, ആദ്യം വോളിയത്തിന് ഇതാണ് മിസ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ടെമ്പറേച്ചർ നമ്മളിവിടെ മാർക്ക് ചെയ്തു എക്സ് ആക്സിസിൽ. ഓക്കെ, ഇനി നമ്മൾ വൈ ആക്സിസിൽ ഏതാ മാർക്ക് ചെയ്യുന്നത്, വോളിയം. ഓക്കെ, സോ നമുക്ക് കാണാൻ സാധിക്കും ആദ്യം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, അപ്പം എന്ത് സംഭവിക്കുക, ഒരു ഇത് നമ്മളിപ്പോൾ ഇവിടെ 4 ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എന്താ പറ്റുക, വോളിയം ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, കുറഞ്ഞു വന്ന് പിന്നെ എന്ത് സംഭവിക്കും, പിന്നെ കൂടും. ഓക്കെ, സോ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും എന്ത്, മിനിമം വോളിയം. ഓക്കെ, 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും മിനിമം വോളിയം എന്തിന്, വാട്ടറിന്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, അത് പിന്നീട് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം വോളിയം മിനിമം എത്രയായിരിക്കും, 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഡെൻസിറ്റിയും വോളിയവും തമ്മിലുള്ള ഇക്വേഷൻ എന്താ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ ഈ ഒരു ഇക്വേഷന് നിങ്ങൾക്ക് ഡെൻസിറ്റിന്റെയും വോളിയത്തിന്റെയും തമ്മിലുള്ള റിലേഷൻ എന്താ കിട്ടുക, ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, അങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ ശ്രദ്ധിച്ചേ, 4 ഡിഗ്രി സെൽഷ്യസിൽ മിനിമം വോളിയം ആണെങ്കിൽ അവിടെ എത്രയായിരിക്കും ഡെൻസിറ്റി, വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി അല്ലേ. മിനിമം വോളിയം ആണെങ്കിൽ മാക്സിമം ഡെൻസിറ്റി. ഓക്കെ, സോ മിനിമം വോളിയം അവിടെയായിരിക്കും എന്ത്, മാക്സിമം ഡെൻസിറ്റി അല്ലേ, മാക്സിമം ഡെൻസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ വോളിയം ടെമ്പറേച്ചറിന്റെ ഗ്രാഫ് വരച്ചു, അങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് ഡെൻസിറ്റി ടെമ്പറേച്ചറിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുക. 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിന് മിനിമം വോളിയം ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ മാക്സിമം ഡെൻസിറ്റി ഏത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെയായിരിക്കും, 4 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയായിരിക്കും. കാരണം ഡെൻസിറ്റിയും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സോ വാട്ടറിന് മിനിമം വോളിയം 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും, മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. കാരണം എന്താണ്, ഡെൻസിറ്റിയും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ ഇവിടെ ഗ്രാഫ് വരിക,
ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഡെൻസിറ്റി y ആക്സിസിലും ടെമ്പറേച്ചർ x ആക്സിസിലും ആണെങ്കിൽ ശ്രദ്ധിച്ചേ, ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴായിരിക്കും മാക്സിമം ഡെൻസിറ്റി. ഓക്കെ, സോ മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലും മിനിമം വോളിയം ആയിരിക്കും 4 ഡിഗ്രി സെൽഷ്യസിൽ. ഏതിന്റെ കേസിൽ, ഏത് ലിക്വിഡിന്റെ കേസിലാണ്? വാട്ടറിന്റെ കേസിൽ അല്ലേ. അപ്പൊ ഈ വാട്ടറിന്റെ ഈ ഒരു ബിഹേവിയർ കാരണം എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് വാട്ടർ എന്താ കാണിക്കുന്നത്? വാട്ടർ നേരെ തിരിഞ്ഞാണ് കാണിക്കുന്നത് അല്ലെ, തല തിരിഞ്ഞാണ്. അതായത് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ വാട്ടർ എക്സ്പാൻഡ് ചെയ്യോ? ഇല്ല അല്ലെ, കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷമാണ് പിന്നീട് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ അനോമലസ് എക്സ്പാൻഷൻ, അപ്പം ഇവര് എക്സ്പാൻഡ് ചെയ്യുന്ന എന്താണ്? നോർമലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതിലല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? അതിനെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. നിങ്ങളൊരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. യൂഷ്വലി ഓക്കെ, ഇപ്പം നമ്മളൊരു യൂറോപ്യൻ സ്ഥലങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ മേ ബി ഈ ഒരു ഇന്ത്യയുടെ നമ്മുടെ ഈ സൗത്ത് പാർട്ടിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വളരെ കുറവല്ലേ വരിക അല്ലേ. ഇനി വന്നാൽ തന്നെ എന്താണ്, ലേക്സ് ഒക്കെ ഫ്രീസ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അങ്ങനെ വരാറില്ല. അപ്പൊ അതേസമയം എന്താണ്, നിങ്ങളിപ്പം ഫോറിൻ കൺട്രീസിലൊക്കെ നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഓക്കെ, ഈ ഒരു വിന്റർ ടൈമിൽ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് വരുന്നൊരു സമയമാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ലേക്സ് ഒക്കെ ഫ്രീസ് ആവും. ഓക്കെ, ഫ്രീസ് ആവുക എന്നതിനർത്ഥം ഫുള്ള് ലേക്കും ഫ്രീസ് ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള അക്വാട്ടിക് ആനിമൽസിന് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പം അതിന്റെ അർത്ഥം മുകളിൽ ഐസ് ആയിരിക്കും. ഇല്ല, നമുക്ക് സിംപിളി നമുക്ക് പറയാം ഐസ്ബർഗ് എങ്ങനെയാണ്? ഓക്കെ, ഐസ്ബർഗ് ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അന്ന് കരുതി ഫുള്ള് സീയും ഇങ്ങനെ കട്ട ഐസ് പോലെയാണോ? അല്ല അല്ലെ. അപ്പൊ ഐസ്ബർഗ് ഇങ്ങനെ മുകളിൽ കൂടെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നു. അതിന്റെ താഴോട്ട് എന്താണ്? വെള്ളമാണുള്ളത് അല്ലെ. അപ്പോൾ എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ഐസിന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ നോർമൽ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡെൻസിറ്റി കുറവുള്ളത് താഴെയും ഡെൻസിറ്റി കൂടുതലുള്ള മുകളിലും, അങ്ങനെയാണോ നമ്മൾ പറയാ? അല്ല അല്ലെ. ഡെൻസിറ്റി കൂടുതലുള്ള സബ്സ്റ്റൻസുകൾ എപ്പോഴും ബോട്ടം സ്പേസ് ഒക്യുർ ചെയ്യുന്നു. കാരണം അവർക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അവർ താഴെ വരികയും ഡെൻസിറ്റി കുറവുള്ളത് മുകളിൽ ടോപ്പ് സർഫസ് ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കാലോ. നിങ്ങൾ നോക്കിക്കേ, ഒരു ഐസ് ഫ്ലോട്ട് ചെയ്യുന്നു വാട്ടറിൽ. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം വാട്ടറും അതുപോലെ തന്നെ വാട്ടറിന്റെ കണ്ടൻസ്ഡ് ഫോമാണ് ഐസ് അല്ലേ. അപ്പൊ ഐസിനായിരിക്കേണ്ട ഡെൻസിറ്റി കൂടുതൽ. അങ്ങനെയാണ് ഡെൻസിറ്റി കൂടുതലുള്ള ഐസ് താഴേക്ക് വരണ്ടേ, പക്ഷെ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുമല്ലേ. എന്തായിരിക്കും അതിന്റെ കാരണം? അതിന്റെ മെയിൻ കാരണം ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഐസ് എന്തുകൊണ്ടാണ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്? കാരണം വാട്ടർ ഈസ് ഹാവിങ് മാക്സിമം ഡെൻസിറ്റി ആസ് 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ എന്താണ്, വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പം ഐസിനെ വെച്ച് നോക്കുമ്പോൾ ഐസിനേക്കാളും ഡെൻസിറ്റി ആ സമയത്ത് വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആണ് അടിയിലുള്ളെങ്കിൽ വാട്ടറെ താഴെ വരുള്ളൂ. ഐസിന് അതിനേക്കാളും ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഐസ്ബർഗ് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഐസ് വാട്ടറിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യാൻ കാരണം എന്താണ്? വാട്ടർ ഈസ് ഹാവിങ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഐസിനേക്കാളും ഡെൻസറായ വാട്ടർ ആയിരിക്കും താഴെയുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, വാട്ടർ താഴെയും ഐസ് മുകളിലായിട്ട് കിടക്കുകയും ചെയ്യും. ഓക്കെ, സോ നമുക്കതെങ്ങനെ പറയാൻ പറ്റുക? അത് തന്നെയാണ് ഈ നമ്മൾ ഫ്രീസിങ് ഓഫ് ലേക്സ്. അതായത് നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുക വൈ ദ ഫ്രീസിങ് ഓഫ് ലേക്സ് ഒക്വർ ഓർ വൈ ദ അക്വാട്ടിക് ആനിമൽസ് ആർ ഏബിൾ ടു സർവൈവ് ഈവൻ വെൻ ദി ടോപ്പ് സർഫസ് ഈസ് ഒക്കുപ്പൈഡ് ബൈ ഐസ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? മുകളിലത്തെ ഭാഗം മാത്രമേ ഐസ് ആവുന്നുള്ളൂ, താഴത്തെ ഭാഗം എന്താണ്, വെള്ളമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഓക്കെ, അപ്പൊ അക്വാട്ടിക് ആനിമൽസ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓക്കെ, ഈ ഒരു ടോപ്പ് മോസ്റ്റ് പോർഷനിൽ എന്തായിരിക്കും? ഇവിടെ എല്ലാം ഐസ് ആണ്. ഓക്കെ, ഇത് ഐസിന്റെ പാർട്ടാണ്. ഇത് ഐസ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഐസ് പാർട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ക്യൂബോയിഡ് പോലെ ഇങ്ങനെ ഐസ് കിടപ്പുണ്ട്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഐസ് പാർട്ടാണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഐസ് ആണിത് 0 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, പിന്നെ അതിന് താഴോട്ടല്ലേ 1 ഡിഗ്രി സെൽഷ്യസ്, 2 ഡിഗ്രി സെൽഷ്യസ്, 3 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ എവിടം വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്? 4 ഡിഗ്രി സെൽഷ്യസ് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ്. ഓക്കെ, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ്, ഐസ് ക്യൂബ്സിന് കൂടുതൽ ഡെൻസിറ്റി ഉണ്ടല്ലോ, അപ്പൊ ഇത് താഴോട്ട് വരേണ്ടത്. പക്ഷെ എന്താണ് ആക്ച്വലി, ഐസ് ക്യൂബ്സ്
0 ഡിഗ്രിയിലുള്ള ഐസ് ക്യൂബ്സിന്റെ ഡെൻസിറ്റി ആക്ച്വലി എന്താണ് 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് അത് മുകളിൽ നിൽക്കുന്നത് അല്ലേ, ഇല്ലെങ്കിൽ അത് താഴോട്ട് വരില്ലായിരുന്നോ? ഓക്കെ, സോ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ഫ്ലോട്ട് ചെയ്ത് തന്നെ കിടക്കും. അതെങ്ങനെ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, നിങ്ങൾക്ക് സിംപ്ലി പറയാം വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിനുണ്ട്, അതുകൊണ്ട് തന്നെ താഴത്തെ വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസിലുള്ളതാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഡെൻസിറ്റി, അതുകൊണ്ട് തന്നെ അത് താഴെ തന്നെ ഇരിക്കും അല്ലേ. മുകളിലുള്ള ഐസിന് അതിനേക്കാളും ഡെൻസിറ്റി കുറവാണെന്ന് നമുക്ക് സിംപ്ലി പറയാം. പക്ഷേ ഈ ഒരു അനോമലസ് എക്സ്പാൻഷന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുക? ഓക്കെ, നമുക്കതിപ്പം ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ സപ്പോസ് നമ്മൾ പറയാണ് ഇതൊരു പോണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇതൊരു പോണ്ട് ആണെങ്കിൽ ഇത് ഇതിന്റെ സർഫസ് ആണ്. ഓക്കെ, ദിസ് ഈസ് എ സർഫസ്. ഓക്കെ, അപ്പൊ എന്താണ്, സപ്പോസ് സർഫസ് ആണ്. അപ്പം നമ്മൾ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് നോക്കാൻ പോവാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ കാരണം ഡിഫറൻസ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? സപ്പോസ് ടെമ്പറേച്ചർ, ഇത് അറ്റ്മോസ്ഫിയർ, ഇത് സർഫസ്. ഓക്കെ, ഇത് ലേക്കിന്റെ സർഫസ്, പിന്നെ എന്താണ് ഇത് ബോട്ടം. ഓക്കെ, ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ ഓരോ രീതിയിൽ മാറുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, സപ്പോസ് അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ 6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ 6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ എന്ത് പറ്റും? അപ്പൊ ടോപ്പ് മോസ്റ്റ് സർഫസ് ഈ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള ഇത് നമ്മുടെ എന്താണ്, നമ്മുടെ ലേക്ക് ആണ് കേട്ടോ. ഓക്കെ, ലേക്ക് അല്ലെങ്കിൽ പോണ്ട് ആണ് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സോ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളർഫുൾ ആക്കാൻ എന്താ മിസ് കുറച്ച് നീല ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാം. ഇത് വാട്ടർ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, പിന്നെന്താണ് അതിൽ ഫിഷസ് ഒക്കെ ഉണ്ട്. ഫിഷസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. 6 ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പം ആദ്യം അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണം. ഈ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ പ്രൈം ആയിട്ടുള്ള സംഭവം അല്ലേ. അവിടെ എന്തോ ഒരു മാറ്റം വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്, നമുക്ക് ഡിഫറെന്റ് ടെമ്പറേച്ചറുകളിൽ എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്ന വാട്ടർ നമുക്ക് നോക്കാം. സപ്പോസ് 6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, ഇത് അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പൊ മിസ് അതൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഇതാണ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? ഇത് വാട്ടറിന്റെ ടോപ്പ് സർഫസ് അല്ലെ, ടോപ്പ് സർഫസ് ആണ്. അപ്പൊ ഇത് വാട്ടറിന്റെ ബോട്ടം ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇനി സപ്പോസ് 6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ എന്താണ്, എല്ലായിടത്തും 6 ഡിഗ്രി തന്നെയായിരുന്നു വിചാരിക്കുക. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലും അതെ, ഈ വാട്ടറിന്റെ ടോപ്പിലും അതെ, അതുപോലെ തന്നെ ബോട്ടത്തിലും വാട്ടറിന്റെ താഴത്തെ ഇതിലും 6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വിചാരിക്കുക. അപ്പൊ എന്താണ്, എല്ലായിടത്തും ഏകദേശം ഒരേപോലെ യൂണിഫോം ടെമ്പറേച്ചർ ആയിരുന്നു അല്ലെ. അപ്പൊ എന്താ പറ്റുക? യൂണിഫോം ടെമ്പറേച്ചർ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്കറിയാം തണുപ്പാകുമ്പോൾ എന്ത് പറ്റും? പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും അല്ലെ. അപ്പൊ 6 ഡിഗ്രി സെൽഷ്യസിന് വരെ നമുക്ക് ഇപ്പൊ ഇനി എന്ത് എഴുതാം? സപ്പോസ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തു. ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് എന്ത് പറ്റി? ഒരു 5 ഡിഗ്രി സെൽഷ്യസിലേക്കായി. അപ്പൊ 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആകുമ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം നമ്മുടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സർഫസ് നമ്മുടെ സറൗണ്ടിങ്ങിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താണ്, ലേക്കിന്റെ ടോപ്പ് മോസ്റ്റിലുള്ള വാട്ടർ അല്ലെ, ലേക്കിന്റെ ഏറ്റവും മുകളിലുള്ള വെള്ളവുമായിട്ട് ഇത് കോണ്ടാക്ട് വരും, അറ്റ്മോസ്ഫിയർ ഡയറക്റ്റ് കോണ്ടാക്ട് വരുള്ളൂ. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ലേക്കിന്റെ മുകളിലുള്ള സംഭവത്തിനെ എന്ത് തന്നെ ഇങ്ങോട്ട് തന്നെ മാറ്റും അല്ലെ. ഇതുമായിട്ട് കോണ്ടാക്ട് ഡയറക്റ്റ്ലി നിൽക്കുന്ന അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റിൽ ഡയറക്റ്റ് ഉള്ളത് ആരാണ്? നമ്മുടെ ലേക്കിന്റെ മുകളിലത്തെ വെള്ളമാണ് അല്ലെ. അപ്പൊ ആ വെള്ളത്തിന്റെ എന്താണ്, ടെമ്പറേച്ചറും അതേ ടെമ്പറേച്ചറിലോട്ട് മാറും അല്ലെ. അതായത് നമ്മൾ അതിന് പറയുന്നത് എന്താ, ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ, അതായത് ഇവിടെ 5 ഡിഗ്രി ഇവിടെ 6 ഡിഗ്രി ആയിരുന്നു, എന്ത് സംഭവിക്കും? when there is difference in temperature, flow of energy happens അല്ലെ. ആ ഫ്ലോ ഓഫ് എനർജി എന്താണ് മക്കളെ? ഹീറ്റ് അല്ലെ. ഹീറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി when there is change in temperature. അപ്പം ഒരിടത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 5 ഡിഗ്രി സെൽഷ്യസും ലേക്കിന്റെ മുകളിലത്തെ സർഫസിലുള്ള ടെമ്പറേച്ചർ വേറെ ആണെങ്കിൽ എന്ത് പറ്റും? അതിനെ ഒരേപോലെ ആക്കാൻ വേണ്ടി ഹീറ്റ് ഫ്ലോ ചെയ്യും അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഹീറ്റ് ഫ്ലോ ചെയ്ത് എന്ത് പറ്റും? മുകളിലത്തേതിനെ നമ്മൾ എന്ത് തന്നെയാക്കി മാറ്റി? 5 ഡിഗ്രി സെൽഷ്യസ് തന്നെയാക്കി മാറ്റി. ഓക്കെ, അപ്പം അറ്റ്മോസ്ഫിയറിലെ 5 ഡിഗ്രി സെൽഷ്യസ് ആയാൽ ഇതിൻ്റെ ഒരു ടോപ്പ് സർഫസിലുള്ള എന്ത് തന്നെയായും 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പൊ നമ്മുടെ ടോപ്പ് സർഫസിലുള്ളത് 5 ഡിഗ്രി സെൽഷ്യസും താഴെയുള്ളത് 6 ഡിഗ്രി സെൽഷ്യസും ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഡെൻസിറ്റി കണക്കാക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഇതെന്തായിരുന്നു? ഇങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ടെമ്പറേച്ചർ. അപ്പൊ നമുക്കറിയാം കൂടി പിന്നീട് കുറയുന്നു അല്ലെ.
അതായത് 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും എന്ത് മാക്സിമം ഡെൻസിറ്റി അല്ലേ. അപ്പൊ 5 ഡിഗ്രി സെൽഷ്യസിലും 6-ലൊക്കെ നോക്കിക്കേ 4 ഡിഗ്രി സെൽഷ്യസിൽ മാക്സിമം ആയിരിക്കും ഡെൻസിറ്റി. 5-ല് ഇവിടെയാണെങ്കിൽ ഇത് 5 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും, 6 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും. അതായത് 5 ഡിഗ്രീനേക്കാളും കുറവായിരിക്കും എന്ത് 6 ഡിഗ്രിയിലെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഡെൻസിറ്റി ഉണ്ട് അല്ലേ കമ്പയർഡ് ടു 6 ഡിഗ്രി സെൽഷ്യസ്. 5 ഡിഗ്രി സെൽഷ്യസിലെ വെള്ളത്തിന് എന്താണ് ഡെൻസിറ്റി കൂടുതലാണ്. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമാണ് എന്ത് നമുക്ക് മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത്, മാക്സിമം ഡെൻസിറ്റി അല്ലേ. അതിനുശേഷം എന്താണ് പിന്നീട് കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ എന്താണ് 5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇത്രയായിരിക്കും, 6 ആണെങ്കിൽ ഇത്രയായിരിക്കും. അപ്പം ഏറ്റവും കുറവാണ് 5-നെ 6-നെ വെച്ച് നോക്കുമ്പോൾ ഡെൻസിറ്റി കുറവാർക്കാ 6-നാണ് അല്ലേ. അപ്പൊ എന്ത് പറ്റും മുകളിൽ 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറും താഴെ 6 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഡെൻസിറ്റി കൂടുതലുള്ള ആള് താഴോട്ട് വരികയും ഡെൻസിറ്റി കുറവുള്ള ആള് മുകളിലേക്ക് പോവുകയും ചെയ്യും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ റീപ്ലേസ്മെന്റ് നടക്കും. 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ഇങ്ങോട്ട് പോകും, 6 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ എന്ത് പറ്റും, 6 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിന്റെ ഡെൻസിറ്റി കുറവാണ് അല്ലേ. ഡെൻസിറ്റിയുടെ ബേസിസിലാണ്, ടെമ്പറേച്ചറിന്റെ ബേസിസിലല്ല നമ്മൾ പറയുന്നത്. ഡെൻസിറ്റി ഉള്ളതിനനുസരിച്ചല്ലേ ആര് മുകളിൽ വരും ആര് താഴെ വരും എന്നൊക്കെ ഉള്ളത് അല്ലേ. ആര് മുകളിൽ പൊന്തിക്കിടക്കും ആര് താഴെ വന്നടിയും എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിനെ 6 ഡിഗ്രി സെൽഷ്യസ് റീപ്ലേസ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പൊ എന്ത് പറ്റും, 6 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ വരും, ഇത് ഇവിടെ 5 ഡിഗ്രി സെൽഷ്യസ് ആവും. പിന്നെ എന്ത് പറ്റും, ഈ 6 ഡിഗ്രി സെൽഷ്യസിലുള്ള മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് പിന്നെ മുകളിലത്തെ 5 ഡിഗ്രി സെൽഷ്യസുമായിട്ട് പിന്നെ കോണ്ടാക്ട് വരും, അതിനെ പിന്നെയും പിടിച്ച് 5 ആക്കും. അപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് പോകും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്താണ് മൊത്തത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറും ലേക്കിന്റെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും എല്ലാം എന്തായി 5 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പൊ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇനി അപ്പൊ നമ്മൾ 6 പറഞ്ഞു 5 പറഞ്ഞു, ഇനി നമുക്ക് എന്താ പറയാനുള്ളത്, ഇനി നമുക്ക് പറയാനുള്ളതാണ് 4 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പൊ 4 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് മാറ്റം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ അതിനേക്കാളും കൂടുതലുള്ള 2 ടെമ്പറേച്ചേഴ്സ് മിസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിച്ചേ, നമുക്ക് ഇനി ഇപ്പൊ സപ്പോസ് 4 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് 4 ഡിഗ്രി സെൽഷ്യസ്, ഓക്കെ 4 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ എന്ത് പറ്റും മക്കളെ, അറ്റ്മോസ്ഫിയറിൽ 4 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, ഇപ്പൊ താഴെ ഇപ്പൊ സപ്പോസ് നമ്മൾ 5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചുകൂടെ തണുപ്പുണ്ട്, ഇപ്പൊ പുറത്ത് 4 ഡിഗ്രി സെൽഷ്യസിലോട്ട് നമ്മുടെ ടെമ്പറേച്ചർ താന്നു. അപ്പൊ എന്ത് പറ്റും, നമ്മുടെ ലേക്കിന്റെ ടോപ്പ് മോസ്റ്റ് സർഫസിൽ എന്ത് പറ്റും, ഇതുമായിട്ട് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത് അല്ലേ. അപ്പൊ അതും 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റും. കാരണം എന്താണ്, ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കും അല്ലെ. ടെമ്പറേച്ചറിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്ന 2 സർഫസുകൾ തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഹീറ്റ് ഫ്ലോ നടന്നിട്ട് എന്താണ് യൂണിഫോം ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടി ഹീറ്റ് ഫ്ലോ ചെയ്യും അല്ലെ. അപ്പൊ എന്ത് പറ്റും, നമ്മുടെ അറ്റ്മോസ്ഫിയർ 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമ്മുടെ ലേക്കിന്റെ ടോപ്പ് മോസ്റ്റ് പാർട്ടിൽ ഓക്കെ ഇവ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പം അതിനെ എന്ത് തന്നെയാക്കും 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റും. പിന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ അടിഭാഗത്ത് 5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും മക്കളെ, അപ്പൊ നിങ്ങൾക്കറിയാം വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ നിങ്ങൾക്കറിയാം നോർമൽ ബിഹേവിയർ ആണോ, അല്ല, അതിനായിരിക്കും മാക്സിമം ഡെൻസിറ്റി അല്ലെ. മാക്സിമം ഡെൻസിറ്റി വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പൊ എന്ത് പറ്റും, വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിനാണ് മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവുക. അപ്പൊ എന്ത് പറ്റും, ഏറ്റവും ഡെൻസിറ്റി ഉള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൻസിറ്റി ഉള്ള വാട്ടർ എന്ത് പറ്റും, താഴേക്ക് വരും. അപ്പൊ ഇത് താഴേക്ക് വരും, 5 ഡിഗ്രി സെൽഷ്യസ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എന്ത് പറ്റും, പിന്നെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ആകും ഇല്ലേ. കാരണം 5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, പിന്നെ അത് ആരുമായിട്ടാണ് കോണ്ടാക്ട് ഉള്ള മുകളിലത്തെ 4 ഡിഗ്രി സെൽഷ്യസുമായിട്ട്. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും, ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ആകും. ഓക്കെ, അപ്പൊ ഇത് 5 ഡിഗ്രി സെൽഷ്യസ് ഇപ്പൊ മുകളിലെത്തി, 4 ഡിഗ്രി സെൽഷ്യസ് താഴിലെത്തി. ഇനി എന്ത് പറ്റും, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് അത് 4 ഡിഗ്രി 5 ഡിഗ്രി. അപ്പൊ പിന്നെ എന്താണ്, ഈ ടോപ്പ് മോസ്റ്റ് സർഫസിലുള്ളതിനെ പിന്നെയും പിടിച്ച് 4 ഡിഗ്രി ആക്കും. അങ്ങനെ യൂണിഫോംലി എല്ലാം 4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലോട്ട് മാറും. അപ്പൊ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് അല്ലെ. അപ്പൊ 4 ഡിഗ്രി സെൽഷ്യസ് വരെ സംഭവം കുഴപ്പമില്ല, കാരണം എന്താണ്, നമ്മുടെ ഈ ഒരു റൂളൊക്കെ പ്രകാരം. പക്ഷെ 4 ഡിഗ്രി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ നമ്മൾ പറയാം. നമുക്കറിയാം മാക്സിമം ഡെൻസിറ്റി എത്രയിലായിരിക്കും, 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതൊന്ന് നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പം 4 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇനി എന്താണ്, ടെമ്പറേച്ചർ കുറച്ചും കൂടെ കുറയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, സപ്പോസ് ഓക്കെ താഴെയുള്ള വാട്ടർ ഇപ്പൊ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ, ഓക്കെ ഇത് അറ്റ്മോസ്ഫിയറിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഇനി 3 ഡിഗ്രി സെൽഷ്യസ് ആയി ടെമ്പറേച്ചർ പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കൂടുതൽ എന്താണ് തണുപ്പുള്ള സമയത്തേക്ക് നമ്മൾ പോവാ. അപ്പൊ എന്ത് പറ്റും, അറ്റ്മോസ്ഫിയർ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള നമ്മുടെ ലേക്കിന്റെ അല്ലെ പോണ്ടിന്റെ ടോപ്പ് സർഫസ് എന്ത് പറ്റും, ഇവർ തമ്മിൽ കോണ്ടാക്ട് വരുന്നതുകൊണ്ട്
അറ്റ്മോസ്ഫിയറിലുള്ള അതേ ടെമ്പറേച്ചറിലേക്ക് എന്താണ് പോണ്ടിന്റെ മുകളിലത്തെ വശവും വരും. അപ്പൊ ഇതും 3 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇനി എന്താണ് മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും നിങ്ങൾ പോണ്ടിന്റെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചില്ല, ലേക്കിന്റെ ശ്രദ്ധിച്ചേ. മുകളിലത്തെ ഭാഗത്ത് 3 ഡിഗ്രി സെൽഷ്യസ് ആണ്, താഴത്തെ ഭാഗത്ത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവ തമ്മിൽ റീപ്ലേസ് ചെയ്യുവോ നേരത്തെ വരെ സംഭവിച്ചത് പോലെ? ഇല്ല അല്ലെ. കാരണം എന്താണ്, താഴെയുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആണ്. നമുക്കറിയാം വാട്ടർ ഇസ് ഹാവിങ് മാക്സിമം ഡെൻസിറ്റി അല്ലെ, മാക്സിമം ഡെൻസിറ്റി വാട്ടറിന് എത്രയില്ല മക്കളെ? 4 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ. അപ്പം താഴെയുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ അല്ലെ, നമ്മുടെ പോണ്ട് ഇതാണ്. പോണ്ടിന്റെ മുകളിലത്തെ സർഫസ് എല്ലാം ഇപ്പൊ എന്താണ്, പയ്യെ ഐസ് കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട്. 3 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നല്ലേ. അപ്പോൾ 3 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും പോണ്ടിന്റെ മുകളിലത്തെ വെള്ളം. താഴത്തെ വെള്ളം, അടിയിലേക്കുള്ള വെള്ളം 4 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷെ നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനായിരിക്കും മാക്സിമം ഡെൻസിറ്റി. മാക്സിമം ഡെൻസിറ്റി ഉള്ള സാധനം താഴെ തന്നെ കിടക്കും, അതായത് വാട്ടർ അവിടെ തന്നെ കിടക്കും. 3 ഡിഗ്രി സെൽഷ്യസിലുള്ള മുകളിലത്തെ ഭാഗം പയ്യെ ഐസ് ആവാനുള്ള ഒരു ടെൻഡൻസിയിലോട്ട് പോകും. പക്ഷെ അത് താഴോട്ട് വരുമോ? ഇല്ല. കാരണം എന്താ, വാട്ടറിന്റെ അനോമലസ് ബിഹേവിയർ ഉണ്ട് അല്ലെ. വാട്ടർ ഇസ് ഹാവിങ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഇവിടെ എന്താണ്, അത് അവിടെ തന്നെ നിൽക്കും. ഇനി നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് നോക്കാം. ഇനിയിപ്പോ എന്താണ്, 2 ഡിഗ്രി സെൽഷ്യസ് ആയി, ഇനി 1 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോഴും എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? 1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ പിന്നെ എന്തിനു പറ്റും? ടോപ്പ് മോസ്റ്റ് സർഫസിൽ അല്ലെ, പോണ്ടിന്റെ മുകളിൽ എന്താണ്, മുകളിലത്തെ വാട്ടറും 1 ഡിഗ്രി സെൽഷ്യസ് ആവും. അപ്പോഴും എന്ത് തന്നെയാണ്, നമ്മുടെ താഴത്തെ ആശാൻ 4 ഡിഗ്രി തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും, മുകളില് നമ്മുടെ ലേക്കിന്റെ മുകൾ ഭാഗം 1 ഡിഗ്രി സെൽഷ്യസും താഴ്ഭാഗം 4 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അപ്പോഴും എന്ത് തന്നെയാണ്, വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലല്ലേ. അപ്പൊ താഴത്തെ ഭാഗം തന്നെയാണ് ഏറ്റവും ഡെൻസർ. അപ്പൊ അത് അവിടെ തന്നെ നിൽക്കും, മുകളിലത്തെ ഭാഗം ഫ്ലോട്ട് ചെയ്തിരിക്കും. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ എന്താ സംഭവിക്കുക? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 0 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മുകളിലത്തെ ഭാഗം പോണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് 0 ഡിഗ്രി ആയി അല്ലെ, നമ്മൾ നല്ല തണുപ്പായി. 0 ഡിഗ്രിയിലേക്ക് ആകുമ്പോൾ നമ്മുടെ പോണ്ടിന്റെ മുകളിലത്തെ സ്ഥലം എന്ത് പറ്റും? 0 ഡിഗ്രി ആയി. 0 ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും സംഭവം എന്ത് പറ്റും? പോണ്ടിന്റെ മുകളിലത്തെ ഭാഗം എന്താവാൻ പറ്റും മക്കളെ? നീല നിറവും അല്ലെ. അപ്പം ഇത് ഐസ് ആകാൻ തുടങ്ങും. അപ്പം ജസ്റ്റ് ഇത് മിസ് ഒന്ന് ഷെയ്ഡ് ചെയ്യാണ്. അപ്പൊ ഇതെന്താണ്, ഐസ് ആകാൻ തുടങ്ങും. ഓക്കെ, ഐസായി. ഇവിടെ എന്താണ്, ഐസായി. അപ്പം മുകളിലത്തെ ഭാഗം എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് തന്നെ മാറി? 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ അതേ ടെമ്പറേച്ചറിലോട്ട് മാറി. അറ്റ്മോസ്ഫിയർ 0 ഡിഗ്രി സെൽഷ്യസ്, മുകളിലുള്ള പോണ്ടിന്റെ നമ്മുടെ ടെമ്പറേച്ചർ എത്ര തന്നെയായി? പോണ്ടിന്റെ മുകളിലത്തെ ഭാഗവും 0 ഡിഗ്രി സെൽഷ്യസ് ആയി. മുകളിലത്തെ ഭാഗം ഐസായി. പക്ഷെ എന്താണ്, മുകളിലത്തെ ഭാഗം ഐസാണ്, 0 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷെ അടിയിലത്തെ ഭാഗത്തിന് ഇത് എന്തെങ്കിലും അഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. അതിപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. കാരണം മാക്സിമം ഡെൻസിറ്റി വാട്ടറിന് 4 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു അനോമലസ് ബിഹേവിയർ നമ്മുടെ വാട്ടറിനുണ്ട്. അപ്പൊ എന്തായിരിക്കും, താഴത്തെ ആൾക്ക് തന്നെയാണ് ഡെൻസിറ്റി കൂടുതൽ. മുകളിൽ ഐസാണ്, കാണാൻ ഭയങ്കര മണ്ടനാണെങ്കിൽ എന്താണ്, താഴെയുള്ള വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസിനാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ എന്താണ്, അത് താഴെ തന്നെ നിലനിൽക്കും. മുകളിലുള്ള ഐസ് എന്താണ്, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. ഓക്കെ, അപ്പൊ മുകളിൽ എത്ര ടെമ്പറേച്ചർ മാറിയില്ല, മുകളിലത്തെ സർഫസിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. താഴെ 4 ഡിഗ്രി ആണെങ്കിൽ അത് താഴെ തന്നെ ഉണ്ടാവും, അതിന് വ്യത്യാസമൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഫിഷസിനൊക്കെ ഉള്ളില് ഈ മുകളിൽ ഐസ് ആണെങ്കിലും താഴെ വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആണെങ്കിൽ എന്താണ്, അത് വാട്ടർ ആയിട്ട് തന്നെ നിലനിൽക്കും. അതിന് ഡിഫറൻസ് വരില്ല, അതിനായിരിക്കും മാക്സിമം ഡെൻസിറ്റി. സോ ഐസ് വിൽ ഫ്ലോട്ട് ഓൺ വാട്ടർ ബിക്കോസ് വാട്ടർ ഈസ് ഹാവിങ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ട് തന്നെ ഐസിന് അതിനേക്കാളും ഡെൻസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് ഐസ് ഫ്ലോട്ട് ചെയ്യും, 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിരിക്കും താഴെ ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു അനോമലസ് എക്സ്പാൻഷൻ കാരണമാണ് എന്ത്, നമ്മുടെ ഫിഷസിനും അക്വാട്ടിക് ആനിമൽസിനൊക്കെ ഐസ് ഫ്രോസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് പോർഷൻസ്, ലേക്കിന്റെയും പോണ്ടിന്റെ ഒക്കെ ടോപ്പ് പോർഷൻ ഫ്രീസ് ആയിട്ട് പോലും നമ്മുടെ അക്വാട്ടിക് ആനിമൽസും അതുപോലെ വെജിറ്റേഷൻസ് ഒക്കെ, നമ്മുടെ അക്വാട്ടിക് വെജിറ്റേഷൻ ഒക്കെ സർവൈവ് ചെയ്യാൻ കാരണം എന്താണ്, താഴേക്കുള്ള ഭാഗം എന്താണ്, വാട്ടർ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. സോ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിന്റെ ബിഹേവിയർ ഓഫ് വാട്ടറിന്റെ ഒരു മെയിൻ എന്താണ് ആപ്ലിക്കേഷൻ ആണിത്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ട് തന്നെ അക്വാട്ടിക് ലൈഫിന് മുകളിൽ ഐസ് ആണ് ഉള്ളെങ്കിൽ പോലും ഐസ് അങ്ങ് ഫ്ലോട്ട് ചെയ്ത് നടന്നോളും. ഡെൻസിറ്റി കൂടുതലുള്ള വാട്ടർ താഴെ തന്നെ നിലനിൽക്കുകയും അവർ ആ വെള്ളത്തിനകത്താണ് സർവൈവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സോ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ്. ഓക്കെ, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിന് പല ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. എന്തായിരുന്നു, ഫ്രീസിങ് ഓഫ് ലേക്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഐസ് ഫ്ലോട്ട് ചെയ്യുന്നത് വാട്ടറിൽ? നമുക്ക് കാണുമ്പം ഐസ് ഡെൻസർ ആണെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി എന്താണ്,
താഴെയുള്ള വാട്ടർ, ബോട്ടമിലുള്ള വാട്ടർ അല്ലെ, ലേക്കിന്റെ അല്ലെങ്കിൽ പോണ്ടിന്റെ ഒക്കെ ബോട്ടമിലുള്ള വാട്ടറിന് 4 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനായിരിക്കും മാക്സിമം ഡെൻസിറ്റി. സോ മാക്സിമം ഡെൻസിറ്റി ഉള്ള വാട്ടർ ആയിരിക്കും താഴെ ഉണ്ടാവുക. ഐസിന് കമ്പയർഡ് ടു ദാറ്റ് ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഐസ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണല്ലേ. അപ്പോൾ അതിന് ആ സമയത്ത് എന്തായിരിക്കും? അതിന് ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിനായിരിക്കും മാക്സിമം ഡെൻസിറ്റി. പിന്നെ അതുപോലെ തന്നെ എന്താണ്? അക്വാട്ടിക് ലൈഫ് മുകളിലുള്ള ഇപ്പം പോണ്ടിന്റെ അല്ല ലേക്കൊക്കെ ഫ്രീസ് ആകുമ്പോൾ മുകളിൽ ഐസ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് അതിന്റെ താഴെയുള്ള ആനിമൽസ് എന്താണ്? സ്റ്റിൽ സർവൈവ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? കാരണം താഴെയുള്ള വാട്ടർ എന്താണ്? വാട്ടർ ആയിട്ട് തന്നെയാണ് റിമെയിൻ ചെയ്യുന്നത്. അത് ഐസ് ആവുന്നില്ല, അത് ഫ്രീസ് ആവുന്നില്ല അല്ലേ. കാരണം വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലായതുകൊണ്ട് തന്നെ 4 ഡിഗ്രി ഹയർ ഡെൻസിറ്റിയിലുള്ള ഇത് താഴെ തന്നെ റിമെയിൻ ചെയ്യും, അത് ഫ്രീസ് ആവുകയും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഒരു മെയിൻ ഒരു പാർട്ടാണ് ഈ ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് പഠിക്കുന്നത് അല്ലേ മക്കളെ. അപ്പോൾ ഹീറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ താപം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഹീറ്റിന്റെ ഫ്ലോ നടക്കുന്നത്? അതിൻ്റെ ഉള്ള കണ്ടീഷൻ എന്താണ്? ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി, ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്. എപ്പോഴാണ് ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി നടക്കുന്നത്? ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അല്ലേ. അതായത് നമ്മൾ ഏതർ ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ 2 സൈഡ്സ് ഓഫ് എ ബോഡി, അല്ലെങ്കിലോ ബിറ്റ്വീൻ ദി സറൗണ്ടിങ്സ് ആൻഡ് ദി സിസ്റ്റം അല്ലേ. അതായത് ഒരു ബോഡിയും സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഹീറ്റ് ഫ്ലോ നടക്കുക. ഓക്കെ, സോ ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ എ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് വെൻ ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലേ. അപ്പൊ എപ്പോഴാണ് ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത് മക്കളെ? ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാവണം. അപ്പൊ യൂഷ്വലി എങ്ങനെയാണ് ഈ ഹീറ്റ് ഫ്ലോ നടക്കുന്നത്? ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാകുന്ന ഏത് രീതിയിലായിരിക്കും? ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. ഓക്കെ, ഒരു ഹോട്ടർ ബോഡിയിൽ നിന്നൊരു കോൾഡർ ബോഡിയിലേക്കാണ് യൂഷ്വലി നമ്മൾ ഹീറ്റിന്റെ ഫ്ലോയിനെ, ഹീറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ് അല്ലെ, ഹീറ്റിന്റെ ഫ്ലോയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ഹോട്ടർ ബോഡിയിൽ നിന്നൊരു കോൾഡർ ബോഡിയിലേക്കാണ് ഫ്ലോ ചെയ്യുന്നതാണ്. ഓക്കെ, സോ വാട്ട് ഈസ് SI യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്താണ്? നിങ്ങൾ ടെമ്പറേച്ചറിനെ പറയുന്ന പോലെ കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യനിൽ അവർ ട്രിക്കി ആയിട്ട് തരും. പക്ഷെ ശ്രദ്ധിച്ചോളുക, ടെമ്പറേച്ചറിന്റെ ആണ് കെൽവിൻ. ഓക്കെ മക്കളെ, അപ്പൊ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്താണ്? ജൂൾ ആണ്. ഓക്കെ, ജൂൾ ആണ് SI യൂണിറ്റ് ഓഫ് ഹീറ്റ്. ദെൻ 1 കാലറി. ഓക്കെ, അപ്പൊ 1 കാലറി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ജൂൾ ആണ്? ഓക്കെ, ഇറ്റ് ഈസ് 4.186 ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 4.18 എന്ന് പറയാം. 1 കാലറി ഈസ് ഈക്വൽ ടു 4.18 ജൂൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 1 കാലറി ഈസ് ഈക്വൽ ടു 4.18 ജൂൾ. ഓക്കെ, സോ ഈ ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ നമ്മൾ പറയുമ്പം നമുക്ക് പല രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലൊരെണ്ണമാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, എന്താണ് ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹീറ്റിന്റെ നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ട് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി. ഓക്കെ, ആ ഒരു താപത്തെ നിലനിർത്താനുള്ള അല്ലെ. അപ്പൊ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുക, അതുപോലെ തന്നെ ഹീറ്റ് എമിറ്റ് ചെയ്യുക, ഈ 2 പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പം അതില് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് നീഡഡ് ടു റേസ് ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 കെൽവിൻ, അല്ലെങ്കിൽ എന്താണ്? 1 കെൽവിൻ ആകാം, അല്ലെങ്കിൽ ഓർ 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതെന്താ മക്കളെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ S എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് 1/m del Q by del T. M എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, നമ്മൾ എത്രമാത്രം ഹീറ്റ് ആണോ കൊടുക്കുന്നത്, എന്തിനു വേണ്ടി? ഒരു യൂണിറ്റ് മാസ് ഓഫ് ടെമ്പറേച്ചറിന്റെ, യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചറിനെ 1 കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് മാറ്റാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഹീറ്റ് ആണോ കൊടുക്കുന്നത്, അതിനെയാണ് അതിന്റെ എന്ത് പറയാ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണ്? യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസും അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ 1 കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം ഹീറ്റ് കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്നാ പറഞ്ഞല്ലേ, യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ആ യൂണിറ്റ് മാസിന് നമ്മൾ ഒരു ക്വാണ്ടിറ്റീനെ നമ്മളൊന്ന് ക്വാണ്ടിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? അതിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാ. എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു റിലേഷനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. CP CV എന്നൊക്കെ പറഞ്ഞ് CP - CV = R എന്നൊക്കെ പറഞ്ഞ മേയേഴ്സ് റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ,
സോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു S is equal to 1/m del Q by del T അല്ലെ? യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ അല്ലെ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൂട്ടാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഹീറ്റ് കൊടുക്കുന്നു, അതാണ് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും? മോളാർ എന്നുള്ള വേർഡിൽ തന്നെയുണ്ട് അല്ലെ? മോളാർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മോൾ അല്ലെ? മോൾ എന്ന് പറഞ്ഞ മോൾ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അതായത് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് സ്പെസിഫൈ ചെയ്യാണ്. നേരത്തെ നമ്മൾ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ പറഞ്ഞേ? ഇവിടെ 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ n എന്ന് പറഞ്ഞ എന്താണ്? ഹിയർ n മീൻസ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, എത്രയാണ് മോൾസിന്റെ നമ്പർ, അതിനെയാണ് സ്മോൾ ലെറ്റർ n സൂചിപ്പിക്കുന്നത്. ഓക്കെ, del Q by del T. സോ എത്ര ഹീറ്റ് ആണ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചറിനെ 1 കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, അതിനാവശ്യമായ എത്രയാണോ അതിനെയാണ് എന്ത് പറയാ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെ? നമ്മൾ ആ സീന് എന്താണ്? CV എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയായിരുന്നു. ഓക്കെ, CP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. CV എന്ന് പറഞ്ഞാൽ എന്താണ്? കരിക്കുലം വിറ്റിയാണോ? നമ്മുടെ കെമിസ്ട്രിയിൽ എന്താണ്? ഇറ്റ് ഈസ് എ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. R എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇവിടെ ഈ ഒരു ഇക്വേഷന്റെ ബേസിസിലാണ്, സിയിൽ നിന്നാണ് നമ്മളിത് മേയേഴ്സ് റിലേഷൻ ഡിറൈവ് ചെയ്ത് വരുന്നത് നമുക്കൊന്ന് ഓർക്കുക. അപ്പൊ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാത്രം നമ്മൾ ഒരു ആംബിയർ എന്ന് പറയും അല്ലെ? അതായത് നല്ല കപ്പാസിറ്റി ഉള്ള ആളെ ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറെ നേരത്തേക്ക് എന്താണ് ആ ഫുഡ്, നമ്മളൊരു ഫുഡ് ഇപ്പം കുറെ കൊണ്ടുവന്ന് വെച്ചു, അപ്പൊ എന്താണ് മാക്സിമം ആ ഇൻടേക്ക് ഉള്ള ആൾക്കാരാണ് നമ്മൾ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞത് അല്ലെ? അതുപോലെ തന്നെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുള്ള ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ടെമ്പറേച്ചറിൽ കാര്യമായിട്ട് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. മാക്സിമം ഹീറ്റിനെ ഉള്ളിലോട്ട് എടുത്ത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നേച്ചർ ഉള്ളതിനെയാണ് എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുള്ളതെന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും ഉള്ള ഒരാളാണ് ആര്? നമ്മുടെ വാട്ടർ. ഓക്കെ, സോ വാട്ടർ ഇസ് ഹാവിങ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ ഈ വാട്ടറിന്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽസിലൊക്കെ ക്വസ്റ്റ്യൻ വരാൻ പറ്റും. അതിലൊരു കാര്യമാണ് എന്ത്? നിങ്ങൾക്കറിയാം വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളന്റ് ഫോർ ഓട്ടോമൊബൈൽസ്. ഓക്കെ, ഓട്ടോമൊബൈൽസിലൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കും, നമ്മൾ പെട്ടെന്ന് എന്താണ് ചിലപ്പം ചൂടായിട്ട്, അതായത് നമുക്ക് എഞ്ചിൻ ചൂടായി നമ്മൾ ഉടനെ നിർത്തുന്നു, വെള്ളം ഒഴിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയിൽ ഇല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ സിനിമയിലൊക്കെ കാണും അല്ലേ? നമ്മൾ മറ്റേ ഓം ശാന്തി ഓശാനയിലൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഉടനെ കാർ നിർത്തുന്നു, നമ്മൾ ബോണറ്റ് ഇത് തുറന്നു വെക്കുന്നു, നമ്മൾ അത് എഞ്ചിനിലോട്ട് നോക്കുന്നു അല്ലേ? അത് എന്നീ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ വാട്ടർ ഓട്ടോമൊബൈൽസിലൊക്കെ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ടറിനെയാണ് അല്ലേ? വേറെ എന്തോ ഒരു ലിക്വിഡ്സ് ഉണ്ട്, എന്തുകൊണ്ടാണ് വാട്ടർ ഉപയോഗിക്കുന്നത്? കാരണം അത് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്താലും അതിന്റെ ടെമ്പറേച്ചറിന് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ടെമ്പറേച്ചർ പയ്യെ താഴുള്ളൂ അല്ലെ പയ്യെ കൂടുള്ളൂ, അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അതായത് ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ തന്നെ അങ്ങ് കോൺസ്റ്റന്റ് ആവും, ഒത്തിരി കൂടാനും കുറയാനും അല്ല, നല്ല താമസം എടുക്കും. അപ്പൊ എന്താണ് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ വാട്ടർ. ഓക്കെ, സോ വാട്ടർ ഈസ് ഹാവിങ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ കൂളന്റ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ഓൾസോ ഹോട്ട് എയർ ബാഗ്സ്. ഓക്കെ, ഹോട്ട് വാട്ടർ ബാഗ്സ്. നമുക്കറിയാം വാട്ടർ ബാഗിലൊക്കെ നമ്മൾ എന്താണ് വെക്കുന്നത്? വെള്ളമാണ് വെക്കുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ലിക്വിഡ് വെക്കത്തില്ലേ? വാട്ടർ വെക്കാൻ കാരണം എന്താണ്? വാട്ടർ ഇസ് ഹാവിങ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ എന്താണ്, ഇപ്പൊ അത് നമ്മളൊരു ടെമ്പറേച്ചറിലുള്ള വാട്ടർ അതിനകത്ത് നിറച്ചു, അപ്പൊ അതിന്റെ ചൂട് പയ്യെ പോകുള്ളൂ. ഓക്കെ, പെട്ടെന്ന് അങ്ങ് ടെമ്പറേച്ചർ കുറഞ്ഞു പോകത്തില്ല. അതിന് ആ ഒരു ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? വാട്ടറിനുണ്ട്. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇസ് ഹൈ ദാറ്റ് ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ കൂളന്റ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഹോട്ട് വാട്ടർ ബാഗ്സ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറും അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസും. ഓക്കെ, അതുപോലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് അല്ലേ? നമ്മൾ ആ എക്സ്പാൻഷനെ ബേസ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഫൈനലി നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഓക്കെ, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, പിന്നെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, സോ അതിന്റെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ കൂടുതലാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഉപകാരങ്ങൾ എന്നല്ലേ? അപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണ് മക്കളെ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമുക്കറിയാം ഡിഫറെന്റ്
സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേറെയും സ്റ്റേറ്റ്സ് ഉണ്ട്. പ്ലാസ്മ, ബോസ്, ഐൻസ്റ്റീൻ, ഫെർമി സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ലെവലിൽ നിങ്ങൾ പഠിക്കുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് അല്ലെ. അപ്പൊ ഈ 3 സ്റ്റേറ്റുകൾ തമ്മിലും എന്താണ്? നിങ്ങൾക്കറിയാം വാട്ടർ 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ട് നമുക്കറിയാം അല്ലെ. വെള്ളമുണ്ട്, ഐസ് ഉണ്ട്, നീരാവിയുണ്ട് അല്ലെ. 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പം ഈ സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ മാറുന്നില്ല, ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഈ വാട്ടറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ സോളിഡും ലിക്വിഡും ഗ്യാസ് ഒക്കെ ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ മാറുന്നുണ്ടോ? ഇല്ല അല്ലെ. വെൻ ദർ ഇസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, എന്താ മക്കളെ? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് ഓർ ലിക്വിഡ് ആൻഡ് ഗ്യാസ് കോ എക്സിസ്റ്റ് ഡ്യൂറിങ് സ്റ്റേറ്റ് ചേഞ്ച്. ഓക്കെ, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നു, അല്ലെ ലിക്വിഡ് മാറി സോളിഡ് ആവുന്നു. ഓക്കെ, പിന്നെ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നു, ഗ്യാസ് മാറി പിന്നെയും തിരിച്ച് ലിക്വിഡ് ആവുന്നു. ഈ സ്റ്റേറ്റിലൊക്കെ എന്താണ്? അവ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ സോളിഡിൽ നിന്ന് ഗ്യാസിലേക്കുള്ള ഒരു ചേഞ്ച് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഇതിൽ ഇപ്പൊ ഡയറക്ട്ലി നമ്മൾ പഠിക്കുന്നത് സോളിഡ് ടു ലിക്വിഡ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസ്. ഗ്യാസിൽ നിന്നും തിരിച്ച് സോളിഡിലേക്ക് ഉള്ളത് കൊണ്ടല്ലേ സബ്ലിമേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അത് നിങ്ങൾ വേറൊരു ഭാഗത്ത് പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പം നമ്മൾ സോളിഡ് ടു ലിക്വിഡ്, ഇല്ലെങ്കിൽ തിരിച്ച്, അല്ലെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസ്, ഗ്യാസ് ടു ലിക്വിഡ്. ഓക്കെ, ആ രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പം ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് ലാറ്റന്റ് ഹീറ്റ്. ഓക്കെ, ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഉറങ്ങിക്കിടക്കുന്ന, ഇല്ലെങ്കിൽ എന്താണ്? ഒരു എന്താ ന്യൂട്രൽ രീതിയിലുള്ള, ഓക്കെ, അതിനെയാണ് ഇതിൽ ഉപയോഗിക്കപ്പെടാത്ത, ഹിഡൻ എന്നൊക്കെ പറയും, ലേറ്റന്റ്. ഓക്കെ, അപ്പോൾ ആ ഹീറ്റിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് മക്കളെ അടങ്ങിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിലേക്ക് ഓൾറെഡി പഠിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. നോക്കിക്കേ, ഇപ്പം ഐസ് പറയാണ്. ഓക്കെ, ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ആദ്യം പഠിക്കുകയാണ് ഐസ്. ഓക്കെ, ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുണ്ട്. അപ്പോൾ അതെന്താണ്? വാട്ടറിലേക്ക് ആവുന്നു. ഓക്കെ, വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് വാട്ടർ ആവണമെങ്കിൽ എന്താ ചെയ്യുക? ഐസിനെ വാട്ടർ ആക്കുന്ന പരിപാടി എന്താ മക്കളെ? മെൽറ്റിംഗ് അല്ലെ. ഐസ് ഉരുകിയാണ് എന്താവുന്നത്? വാട്ടർ ആവുന്നത്. സോ ഐസ് വാട്ടർ ആവുന്ന ഇതിനെ നമ്മൾ പറയുന്നത് മെൽറ്റിംഗ്. എന്താണ് മക്കളെ? മെൽറ്റിംഗ്. ഓക്കെ, ഇനി ഈ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ തിരിച്ച് ഐസ് ആവുന്നതിന് നിങ്ങൾ എന്താ പറയാ? മെൽറ്റ് ചെയ്ത് പോകുന്നു, അലിഞ്ഞു പോകുന്നു. തിരിച്ചാവുന്നതിന് നിങ്ങൾ എന്താ പറയാ? വാട്ടർ ഐസ് ആക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ഫ്രീസിങ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾ എന്താ അതിന് പറയാ? ഫ്യൂഷൻ. ഓക്കെ, ദിസ് ഓൾസോ കോൾഡ് ആസ് ഫ്യൂഷൻ. ഓക്കെ, സോ വാട്ടറിനെ തിരിച്ച് ഐസ് ആക്കുന്നതിന് നമ്മൾ എന്താ പറയാ മക്കളെ? ഫ്യൂഷൻ. ഓക്കെ, ഇനി സോ ഐസ് വാട്ടർ ആവുന്നത് മെൽറ്റിംഗ്, തിരിച്ച് വാട്ടർ ഐസ് ആവുന്നതിന് എന്താ പറയാ? ഫ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ്, ഈ 3 ഇതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇത് നമ്മൾ ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്? ഐസ് പോയിന്റ് അല്ലെ, ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു പോയിന്റ് ഉണ്ടല്ലോ, എന്താണ്? ബോയിലിംഗ് പോയിന്റ് നമ്മൾ പറയാം അല്ലെ. അപ്പൊ ബോയിലിംഗ് പോയിന്റിനെ ബേസ് ചെയ്ത് നമുക്ക് വാട്ടറിനെ എങ്ങനെ പറയാ? വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അപ്പം സോളിഡ് ലിക്വിഡായി, ഇനി ലിക്വിഡ് ഗ്യാസ് ആവുന്നതാണ് പറയുന്നത്. വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി അത് എങ്ങനെയാ പോകുന്നത്? വാട്ടറിൽ നിന്ന് നമ്മൾ എന്താകുന്നേ? എന്തായിരിക്കും ആകുക? വേപ്പർ അല്ലെ. വേപ്പർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റീം അല്ലെ, ഗേഷ്യസ് ഫോം. അപ്പൊ എന്താണ്? വാട്ടർ വേപ്പർ ആവുന്നതിനെ നമ്മൾ എന്താ പറയാ? വാട്ടർ വേപ്പർ ആവുന്ന പ്രോസസ്സിനെ നമ്മൾ പറയും എന്തായിരുന്നു? വേപ്പറൈസേഷൻ എന്ന് പറയും അല്ലെ. വാട്ടർ വേപ്പർ ആവുന്ന ആ ഒരു പേരിൽ തന്നെയല്ലേ അത്, വേപ്പറൈസേഷൻ. മക്കളെ തിരിച്ചോ? വേപ്പർ പിന്നെ വാട്ടർ ആവുന്ന എന്തായിരുന്നു? നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഗ്യാസസ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ക്ലൗഡ്സ് അല്ലേ, അത് കണ്ടൻസ് ആവുന്നതാണ് നമ്മൾ പറയാ. അപ്പോൾ വേപ്പർ തിരിച്ച് വാട്ടർ, ഓക്കെ, തിരിച്ച് ആ ഒരു ഇതിലേക്ക് വരുന്നതിന് എന്താണ്? വേപ്പർ, നീരാവി ഇതിൽ നിന്ന് വാട്ടർ ഫോമിലേക്ക് മാറുന്ന ഇതിനെ നമ്മൾ എന്താ പറയാ? കണ്ടൻസേഷൻ. ഓക്കെ, കണ്ടൻസേഷൻ. ഈ 4 പ്രോസസ്സും വളരെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോളിഡ് ടു ലിക്വിഡും, അതുപോലെ തന്നെ ലിക്വിഡ് ടു ഗ്യാസും, അതുപോലെ തന്നെ തിരിച്ച്. ഓക്കെ, നമ്മൾ തിരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ആ തിരിച്ചു പോകുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് എന്ത്? വാട്ടർ ഐസ് ആവുന്നതിനാണ് ഫ്യൂഷൻ എന്ന് പറയാ. അതുപോലെ തന്നെ വേപ്പർ വാട്ടർ ആവുന്നതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയാ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സുകളെല്ലാം അറിയാലോ. സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് തിരിച്ച് സോളിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആവുന്നു. ഈ പ്രോസസ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിലൊക്കെ എന്താണ് ചെയ്യുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് സംഭവിക്കുന്നത്. അതായത് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നു, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നു, അങ്ങനെ ഡിഫറെന്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്യുമ്പം ടെമ്പറേച്ചർ മാറുന്നുണ്ടോ?
ഇല്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ ചേഞ്ചിന്റെ സമയത്ത് അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന ഹീറ്റ് അല്ലെ, അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് latent heat. Okay, so what is latent heat? It is a heat required to change state of unit mass of substance. Okay, ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന ഹീറ്റിനെയാണ് എന്ത് പറയാ, ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന, ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ എന്തിനെ ചേഞ്ച് ചെയ്യാനാണ്, ഇറ്റ് ഇസ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ആ ഹീറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. അതിനെ എന്താണ് മിസ് വിളിക്കുന്നത്, എം അല്ലെ, സ്മോൾ എം എന്ന് വിളിക്കുന്നു. ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല അല്ലെ, നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല അല്ലെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഹീറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ എന്താണ്, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി എനിക്കൊരു ഇക്വേഷൻ ആക്കണം. അപ്പൊ എന്ത് ചെയ്യാ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു സൈൻ ഇട്ടു നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്, എം ഇൻറ്റു എൽ. ഈ എല്ലിനെയാണ് എന്ത് പറയാ, എല്ലിനെയാണ് പറയാ ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, എല്ലാണ് അവിടുത്തെ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ലാറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ ആണ്, ഇറ്റ് ഈസ് ദി ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്, ഡെൽറ്റ ക്യൂ ബൈ എം. ഓക്കെ, എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം. അപ്പൊ ഈ ലേറ്റന്റ് ഹീറ്റിന് നമ്മൾ ഡിഫറെന്റ് പ്രോസസ്സുകൾക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലേറ്റന്റ് ഹീറ്റ് എന്താണ്, ഇറ്റ് ഇസ് എ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഇത് എവിടെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, മാറ്ററുകളുടെ സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, സോ നമ്മൾ ലേറ്റന്റ് ഹീറ്റിനെ കുറിച്ച് പഠിച്ചു, എൽ എന്നുള്ള. അപ്പോൾ എൽ എന്തായിരുന്നു, ഇറ്റ് ഇസ് എ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, എന്താണ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആയിരിക്കും വെക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ, ഫ്യൂഷൻ നിങ്ങൾ ഫുഡ് ഫ്യൂഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫ്യൂഷൻ എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ചേഞ്ച് ഓഫ് മാറ്ററിൽ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ എന്തായിരുന്നു, ഐസ് നമ്മൾ വാട്ടറിലോട്ട് മാറ്റുന്നു അല്ലെ, അതിൽ നിന്ന് അപ്പൊ തിരിച്ച് വാട്ടറിനെ ഐസ് ആക്കുന്ന നിങ്ങൾ ഫ്രീസിംഗ് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അതിന്റെ ഈ ഒരു തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് എ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് ടു ലിക്വിഡ് ഓർ ലിക്വിഡ് ടു സോളിഡ്. ഓക്കെ, സോളിഡിൽ നിന്ന് ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചേഞ്ചിനെ. ഓക്കെ, സോ ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ എന്താണ്, അത് ഐസിനെ വാട്ടർ ആക്കാന്, വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ആക്കുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്, ഐസ് വാട്ടർ ആവുന്നതാണ് പറയുന്നത് പേരെന്താണ്, ഇറ്റ് ഈസ് മെൽറ്റിംഗ് അല്ലെ. നമ്മൾ ഐസിനെ വാട്ടർ ആക്കാൻ മെൽറ്റിംഗ് എന്ന് പറയും. അപ്പൊ തിരിച്ചാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും, തിരിച്ചാണെങ്കിൽ വാട്ടറിനെ നമ്മൾ തിരിച്ച് ഐസ് ആക്കുന്ന ഒരു പ്രോസസ് എന്താണ്, ഫ്യൂഷൻ. ഓക്കെ, ഫ്യൂഷൻ. സോ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഹീറ്റ് അല്ലെ, നമ്മൾ പറഞ്ഞു അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല, ഇറ്റ് ഈസ് in that process temperature is kept constant. So നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം മക്കളെ, del Q അല്ലെ, del Q is proportional to unit mass of substance. സബ്സ്റ്റൻസിന്റെ മാസിനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ് അല്ലെ. അപ്പൊ ഡെൽറ്റ ക്യൂ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതാണ് LF. ഓക്കെ, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഫ് ലേറ്റന്റ് ഹീറ്റ്, അതിന് തന്നെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ L സബ്സ്ക്രിപ്റ്റ് F ആണ്. അപ്പൊ ഡെൽറ്റ ക്യൂ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. അപ്പൊ നമ്മൾ ആ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റും, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമുക്ക് ഇക്വേഷൻ ഫോമിലേക്ക് ആക്കണം അല്ലെ. അപ്പൊ നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, M ഇൻറ്റു LF. എന്താണ് LF, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ ഇക്വേഷൻ എന്ത് വരും, LF ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം. അതായത് ഇറ്റ് ഈസ് ദ heat required to change the state of unit mass of, ഇവിടെ എങ്ങനെയാണ്, സോളിഡ് ടു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ടു സോളിഡ്, അതിനെയാണ് എന്ത് പറയാ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ അല്ലേ മക്കളെ. അപ്പൊ ഇതുപോലെ തന്നെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ഉണ്ടാവും, ഫ്യൂഷനും വേപ്പറൈസേഷനും. ഓക്കെ, അപ്പൊ ഫ്യൂഷനെ കുറിച്ചാണ് മക്കൾ ഇന്ന് പഠിച്ചത്. അപ്പം ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, ഇതിന്റെ ആപ്ലിക്കേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്താ നിങ്ങൾ കമന്റിൽ ചെയ്യുക.
സോ അബോധയുടെ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.